അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഫുറൂഉൽ ഫിഖ് എന്ന മഹൽ രചനയിൽ ഈ ക്ലാസുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ പഠിതാക്കളെ, അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ശുദ്ധിയെ അനിവാര്യമാക്കുന്ന കാര്യങ്ങൾ 6 പറഞ്ഞതാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. അദ്ദേഹം നമസ്കാരത്തിന്റെ വിഷയങ്ങൾ 7 കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നു. അതിൽ ഒന്നാമത്തേത് ഷർത്താണ്. നമസ്കാരത്തിന്റെ ഷർത്തുകൾ അത് 6. ആ 6ൽ ഒന്നാമത്തേത് അത്വഹാറത്തു മിനൽ ഹദസ്, അശുദ്ധിയിൽ നിന്ന് ശുദ്ധി പ്രാപിക്കലാണ്. ഈ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധി പ്രാപിക്കലിന്റെ വിഷയത്തിൽ നമ്മൾ ശുദ്ധി പ്രാപിക്കുന്നവൻ ആര്, ശുദ്ധി പ്രാപിക്കുവാനുള്ള ദ്രവ്യം ഏത്, ശുദ്ധി കൈവരുത്തൽ എങ്ങനെ, ശുദ്ധിയെ അസാധുവാക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാം, ഇതൊക്കെയാണ് ഇതുവരെ പറഞ്ഞു വച്ചത്. അതിൽ അവസാനത്തേത് കുളിയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി അദ്ദേഹം ഷർത്തുകളിൽ രണ്ടാമത്തേത് അത്വഹാറത്തു മിനൻ നജാസ, നജസിൽ നിന്നുള്ള ശുദ്ധി വരുത്തൽ എന്ന ഭാഗമാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വരികൾ നമുക്ക് ഇപ്രകാരം വായിക്കാം. അസ്സാനി അത്വഹാറത്തു മിനൻ നജാസ വഹിയ മുസ്തമിലതുൻ അലാ 4 അഷ്യാ നജാസതുൻ വമുസീലുൻ വമുസാലുൻ ബിഹി വമുസാലുൻ അൻഹു. അസാനി രണ്ടാമത്തേത് അത്വഹാറത്തു മിനൻ നജാസ, നജസിൽ നിന്നുള്ള ശുദ്ധി കൈവരിക്കലാകുന്നു. നജാസ എന്ന് പറഞ്ഞാൽ അൽ ഖദാറ, മാലിന്യമാണ് ഉദ്ദേശം. നമസ്കാരത്തിന്റെ സിഹത്തിന്, സാധുതക്ക്, നമസ്കാരം ശരിയാകുന്നതിന് തടസ്സമാകുന്ന മാലിന്യമാണ് ഉദ്ദേശം. അത് നമസ്കരിക്കുന്നവന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ നമസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ട് എങ്കിൽ അത് ശുദ്ധി വരുത്തലാണ് ഇവിടെ അത്വഹാറത്തു മിനൻ നജാസ, നജസിൽ നിന്നുള്ള ശുദ്ധി വരുത്തൽ എന്ന വിഷയം ഉദ്ദേശിക്കപ്പെടുന്നത്. വഹിയ മുസ്തമിലത്തുൻ അലാ 4 അഷ്യാ, ഇത് 4 കാര്യങ്ങളെ, ഈ നജസിൽ നിന്നുള്ള ശുദ്ധി പ്രാപിക്കൽ അത് 4 കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നു. ഒന്ന് നജാസത്തുൻ, നജസ് ഏതാണ് എന്നുള്ളതാണ് വിഷയം. വമുസീലുൻ, നജസ് നീക്കുന്ന പോക്കുന്ന ആൾ, അതാണ് രണ്ടാമത്തെ കാര്യം. വമുസാലുൻ ബിഹി, നജസ് ഏതൊന്നുകൊണ്ട് പോക്കുന്നുവോ, വെള്ളമാണെങ്കിൽ വെള്ളം, മണ്ണാണെങ്കിൽ മണ്ണ്, അല്ല മറ്റു വല്ല ദ്രവ്യവുമാണെങ്കിൽ അതാണ് വമുസാലുൻ ബിഹി. പിന്നെ വമുസാലുൻ അൻഹു, ആരെ തൊട്ടാണോ അല്ലെങ്കിൽ എന്തിനെ തൊട്ടാണോ നജസ് നീക്കപ്പെടുന്നത്, പോക്കപ്പെടുന്നത്, അക്കാര്യം. അപ്പൊ നജാസത്തുൻ നജസ്, വമുസീലുൻ നജസ് പോക്കുന്നവൻ, വമുസാലുൻ ബിഹി ഏതൊന്നുകൊണ്ട് നജസ് പോക്കുന്നുവോ അത്, വമുസാലുൻ അൻഹു ആരെ തൊട്ട് ഏതിനെ തൊട്ട് നജസ് പോക്കുന്നുവോ അത്. ഇതൊക്കെയും വേറെ വേറെ വിഷയങ്ങളാണ്. ഗ്രന്ഥകാരൻ അത് തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് വഴിയെ ഈ 4 കാര്യങ്ങളും മനസ്സിലാക്കാം. ആദ്യത്തേത് അന്നജാസതു, നജസ്, ഈ അൽ ഖദാറത്തു മാലിന്യം, അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമസ്കാരത്തിന്റെ സാധുതയെ അന്നജാസത്തു അൽ ഖദാറ, അത് മാലിന്യമാണ്. അതാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം. സാങ്കേതികമായി നജാസത്ത് എന്ന് പറഞ്ഞാൽ ഫിഖ് കിതാബുകളിൽ വേറെ വേറെ താരീഫുകൾ, നിർവചനങ്ങൾ കാണാം. ഷാഫിഈ മദ്ഹബിലെ ഫുഖഹാക്കൾ അതിനെ താരീഫ് ചെയ്ത് നിർവചിച്ചത് മുസ്തഖ്ദിറുൻ യംനഉ സിഹ്ഹത്തസ് സ്വലാഹ് ഹൈസു ലാ മുറഖിസ് എന്നാണ്. നമസ്കാരത്തിന്റെ സിഹ്ഹത്തിനെ, സാധുതയെ ചെറുക്കുന്ന, തടുക്കുന്ന മാലിന്യം. ഹൈസു ലാ മുറഖിസ്, ഒരിക്കലും ഇളവില്ലാത്ത വിധം എന്ന് പറഞ്ഞാൽ ഈ മാലിന്യം ഉണ്ടായാൽ നമസ്കാരത്തിന്റെ സിഹ്ഹത്തിനെ അത് ബാധിക്കും. നമസ്കാരം സാധുവാവുകയില്ല. അതുണ്ടായിക്കൊണ്ട് നിസ്കരിക്കുക എന്നുള്ളതിൽ ഇളവില്ല. അങ്ങനെ ഉള്ള മാലിന്യം, അതാണ് നജാസത്ത്. അപ്പൊ അങ്ങനെയുള്ള മാലിന്യങ്ങൾ ഏതെല്ലാം?
അതാണ് ഇവിടെ ഗ്രന്ഥകാരൻ തുടർന്ന് പറയുന്നത്. അന്നജാസത്തു ബൗലുൻ വഗായിത്തുൻ വഗൈറു മഅകൂലിൻ വഖംറുൻ വകുല്ലു ഹയവാനിൻ മുഹറമിൻ ഫൗഖൽ ഹിർറി വജിൽദു കുല്ലി മൈതത്തിൻ വലാ യത്ഹുറു ബിദ്ദിബാഗ് വഅദ്മു കുല്ലി മൈതത്തിൻ ഗൈറ ഹയവാനി ബഹ്റിൻ ലാ യൻജുസു ബിമൗതിഹി വആദമിയ്യിൻ. ഇവിടെ ഗ്രന്ഥകാരൻ നജസിനെ എണ്ണുമ്പോൾ അല്ലെങ്കിൽ വിവരിക്കുമ്പോൾ ആദ്യമായി ബൗലുൻ വഗായിത്തുൻ, ബൗൽ എന്ന് പറഞ്ഞാൽ മൂത്രവിസർജ്യം, ഗായിത്ത് എന്ന് പറയുമ്പോൾ മലവിസർജ്യം. പിന്നെ വഗൈറു മഅകൂൽ, ഗൈറു മഅകൂൽ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യയോഗ്യമല്ലാത്തവ, ഭക്ഷ്യയോഗ്യമല്ലാത്ത മൃഗങ്ങൾ. ഭക്ഷ്യയോഗ്യമല്ലാത്ത മൃഗങ്ങൾ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോ തേറ്റ കൊണ്ട് വേട്ടയാടുന്ന മൃഗങ്ങൾ, സിംഹം, പുലി പോലുള്ളവ, അതേപോലെ നഖങ്ങൾ കൊണ്ട് വേട്ടയാടുന്ന, ദ്രംഷ്ടങ്ങൾ കൊണ്ട് വേട്ടയാടുന്ന പറവകൾ, കഴുകൻ, പാപ്പിടിയൻ പോലുള്ള, അതാണ് ഗൈറു മഅകൂൽ. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരണം വരും. വഖംറുൻ മദ്യം, വകുല്ലു ഹയവാനിൻ മുഹറമിൻ ഫൗഖൽ ഹിർ, വകുല്ലു ഹയവാനിൻ മുഹറമിൻ, ഹറാമാക്കപ്പെട്ട എല്ലാ മൃഗങ്ങളും, ഫൗഖൽ ഹിർ, പൂച്ചയുടെ വലിപ്പത്തേക്കാൾ കൂടുതലുള്ള, വജിൽദു കുല്ലി മൈതത്തിൻ, എല്ലാ ശവങ്ങളുടെയും തോലുകൾ, വലാ യത്ഹുറു ബിദ്ദിബാഗ്, ഊറയിടൽ കൊണ്ട് ശുദ്ധി വരാത്ത വിധമുള്ള, ഊറയിട്ട് ശുദ്ധി കൈവരാത്ത വിധമുള്ള ശവങ്ങളുടെ തോല്, വഅദ്മു കുല്ലി മൈതത്തിൻ, എല്ലാ ശവങ്ങളുടെയും അസ്ഥി, ഗൈറ ഹയവാനി ബഹ്റിൻ ലാ യൻജുസു ബിമൗതിഹി, ജീവൻ നഷ്ടപ്പെടൽ കൊണ്ട് നജസാകാത്ത സമുദ്രജീവികൾ ഒഴികെയുള്ള, അപ്പൊ മൗത്ത് കൊണ്ട് നജസാകാത്ത സമുദ്രജീവികളല്ലാത്ത എല്ലാ ശവങ്ങളുടെയും അസ്ഥി അത് നജസാണ്. അതുപോലെ ആദമിയിൻ, മനുഷ്യരുടേതല്ലാത്ത എല്ലാ ശവങ്ങളുടെയും അസ്ഥി അതും നജസാണ്. ഇവിടെ ഗ്രന്ഥകാരൻ ഏതാനും കാര്യങ്ങൾ എണ്ണി നജസായി. ഇതിൽ ചിലത് ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ ഐക്യമുള്ള വിഷയങ്ങളാണ്, മറ്റു ചിലത് ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന വിഷയമാണ്. നമുക്ക് അതിന്റെ ഭാഗങ്ങളെ തുടർന്ന് മനസ്സിലാക്കാം. ഒന്നാമത് ബൗലുൻ വഗായിത്തുൻ, കാഷ്ടവും അതേപോലെ മൂത്രവിസർജ്യവും അത് നജസാണെന്നതിന്റെ തെളിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബൗലുൽ ഗുലാമി യുംദഹ് വ ബൗലുൽ ജാരിയതി യുഗ്സൽ, ആൺകുട്ടിയുടെ മൂത്രം അതിൽ വെള്ളം കുടയപ്പെടണം, പെൺകുട്ടിയുടെ മൂത്രവിസർജ്യമാണ് എങ്കിൽ അത് കഴുകപ്പെടണം. രണ്ടും നജസാണ്, അതുകൊണ്ടാണ് ശുദ്ധി വരുത്താൻ പറഞ്ഞത്. പക്ഷെ എങ്ങനെ ശുദ്ധി വരുത്തണം? അതിൽ ഒന്ന് വെള്ളം കുടഞ്ഞാൽ മതി, മറ്റൊന്ന് കഴുകപ്പെടണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദിൽ ഒരു അറാബി ദുൽഖുവൈസിറ അൽ യമാനി വന്ന് മൂത്ര വിസർജ്യം നടത്തിയ ചരിത്രം. അപ്പോൾ ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ദഊഹു, അയാൾ മൂത്രവിസർജനം നടത്തിയപ്പോൾ ആളുകളൊക്കെ ബഹളം വെച്ച് അയാളെ വിരട്ടാൻ നോക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ വിടാൻ പറഞ്ഞു, അയാളുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി. പിന്നെ വഅഹ്രീഖു അലാ ബൗലിഹി ദനൂബ മിമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയാൾ മൂത്രവിസർജനം നടത്തിയിടത്ത് ഒരു പാത്രം വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അതും ആ വിസർജ്യം നജസായതുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കാനാണ്. ഇതേപോലെ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന രണ്ടുപേരുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായല്ലോ. രണ്ട് ഖബറുകൾക്കിടയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നപ്പോൾ ഇന്നഹുമ ലയുഅദ്ദബാനി എന്ന് പറയുന്നുണ്ട്. ഇന്നഹുമ ലയുഅദ്ദബാനി, അവർ ഇരുവരും ശിക്ഷിക്കപ്പെടുന്നു. കാന അഹദുഹുമാ ലാ യസ്തതിറു മിൻ ബൗലിഹി വകാന യംശി ബിന്നമീമ വകാനൽ ആഖറു യംശി ബിന്നമീമ, അവരിൽ ഒരാൾ മൂത്രവിസർജനത്തിൽ നിന്ന് വെടുപ്പാകുമായിരുന്നില്ല. അവിടെ ലാ യസ്തതിറു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ യസ്തബ്രിഉ വലാ യതതഹറു വലാ യസ്തബ്ഇദു എന്നൊക്കെ അർത്ഥമുണ്ട്. വെടുപ്പാകാറുണ്ടായിരുന്നില്ല, അത് മൂത്രമൊഴിച്ച് പൂർണ്ണമായി തീരാതെ ആ വിസർജ്യം അത് അവയവങ്ങളിൽ ശേഷിക്കും വിധം അല്ലെങ്കിൽ ശരീരത്തിൽ അതിന്റെ അടയാളം ശേഷിക്കും വിധമൊക്കെ ശുദ്ധി വരുത്തിയിരുന്നില്ല എന്നുള്ളതാണ്. വക്കാൽ അഹ്റിയം ഷിബിൻ നമീമ, ആ വരൻ നമീമത്തുമായി നടക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് അവർ ഖബറിൽ ശിക്ഷിക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. ഇതേപോലെ ഇദാ വതിഅ അഹദുകും ബിന അലൈഹിൽ അദാ ഫഇന്ന തുറാബ ലഹു തഹൂറുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.
നിങ്ങളിൽ ഒരാൾ തന്റെ ചെരുപ്പ് കൊണ്ട് അതയിൽ ചവിട്ടിയാൽ, അതാന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ മലമാണ്. ഫഇന്ന തുറാബ ലഹു തഹൂറുൻ, അതിനെ ശുദ്ധീകരിക്കുവാനുള്ള ദ്രവ്യം മണ്ണാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കൊണ്ട് മാലിന്യത്തിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ നടന്നു പോകുമ്പോൾ മണ്ണ് ആ മാലിന്യത്തെ പോക്കും. ഇദാ വതിഅൽ അദാ ബിഖുഫൈഹി ഫതഹൂറുഹുമാ അത്തുറാബ്, തന്റെ ഇരു പാദരക്ഷകൾ കൊണ്ട് ഒരാൾ മല വിസർജ്യത്തിൽ ചവിട്ടിയാൽ ആ രണ്ട് ഖുഫകളെ ഫതഹൂറുഹുമാ ശുദ്ധീകരിക്കുവാനുള്ള ദ്രവ്യം അത്തുറാബ് മണ്ണാകുന്നു. ഇതൊക്കെ അറിയിക്കുന്നത് എന്താണ്? മലവിസർജ്യം അത് നജസ് ആണ് എന്നുള്ളതാണ്. അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൽ തന്റെ പാദരക്ഷകൾ ഊരിവെച്ചു. പാദരക്ഷ ഇട്ടിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുന്നത്. പാദരക്ഷ ധരിച്ചുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബി അസ്ഹാബി ഇദ് ഖലഅന അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുചരന്മാരെയും കൊണ്ട് നമസ്കരിക്കുമ്പോൾ ചെരുപ്പുകൾ രണ്ടും അഴിച്ചു. ഫവദഅഹുമാ യസാരി, തന്റെ ഇടത് ഭാഗത്ത് ഊരിവെച്ചു. അങ്ങനെ ഫലമ്മ റഅ ദാലികൽ ഖൗം, ആളുകൾ ഇത് കണ്ടപ്പോൾ അൽഖൗ നിആലഹും, അവരും അവരുടെ ചെരുപ്പുകൾ അഴിച്ചു. ഫലമ്മ ഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരം അവസാനിപ്പിച്ചപ്പോൾ ഖാല, ചോദിച്ചു, മാ ഹമലകും അലാ ഇൽഖാഇകും നിആലകും, നിങ്ങൾ നിങ്ങളുടെ ചെരുപ്പുകൾ അഴിച്ചു വെക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? ഫഖാലു, അവർ പറഞ്ഞു, റഅയ്നാക അൽഖൈത്, താങ്കൾ ചെരുപ്പ് അഴിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഫൽഖൈന നിആലന, അപ്പോൾ ഞങ്ങളും ചെരുപ്പ് അഴിച്ചു വെച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു, ഇന്ന ജിബ്രീല അലൈഹി സലാം അതാനി ഫഅഖ്ബറനി അന്ന ഫീഹിമാ ഖദറ, ജിബ്രീൽ എന്റെ അടുക്കൽ വന്നു, എന്നിട്ട് അവകളിൽ ഖദർ ഉണ്ട് എന്ന്, നജസ് ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർത്തി, ഇദാ ജാഅ അഹദുക്കും ഇലൽ മസ്ജിദ്, നിങ്ങളിൽ ആരെങ്കിലും പള്ളികളിലേക്ക് വരികയാണ് എങ്കിൽ ഫലിയൻദുർ, അവൻ നോക്കണം. ഫഇൻ റഅ ഫീ അലൈഹി ഖദറൻ ഔ അദൻ, അവൻ തന്റെ ചെരുപ്പുകളിൽ മാലിന്യം വിസർജ്യം കണ്ടാൽ ഫല്യംസഹു, അതവൻ തുടക്കണം, മണ്ണിൽ വരക്കുക. എന്നിട്ട് വലിയുസല്ലി ഫീഹിമ, എന്നിട്ട് അതിൽ അവൻ നമസ്കരിച്ചു കൊള്ളട്ടെ. അപ്പൊ ഇവിടെ പിന്നെ മൂത്രവിസർജ്യവും മലവിസർജ്യവും നജസാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അനുബന്ധമായിട്ടുള്ള ഒരു വിഷയം, ഈ കുട്ടികളുടെ മൂത്രങ്ങളുടെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, അത് എല്ലാ കുട്ടികളുമല്ല. പിന്നെയോ ഉമ്മു ഖൈസ് ബിൻത് മിഹ്സൻ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ അന്നഹ അതത് ബി ഇബ്നിൻ ലഹാ സഗീരിൻ ലം യഅകുലി തആം ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു ഖൈസ് ബിൻത് മിഹ്സൻ അവരുടെ ഒരു ചെറിയ ആൺകുട്ടിയുമായി തിരുസവിധത്തിൽ വന്നു. ആ കുട്ടി ലം യഅകുലി തആം, ഭക്ഷണം കഴിച്ചിരുന്നില്ല, ഉമ്മയുടെ പാല് മാത്രം കുടിക്കുന്ന ചെറുപ്രായക്കാരനാണ്. അങ്ങനെ ഫഅജ്ലസഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹിജ്രിഹി, ആ കുരുന്നിനെ റസൂലുള്ള തന്റെ മടിയിൽ ഇരുത്തി. ഫബാല അലാ സൗബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രത്തിൽ ആ കുട്ടി മൂത്രമൊഴിച്ചു. ഫദഅ ബിമാഇൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഫനദഹു, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടഞ്ഞു. വലം യഗ്സിൽഹു, കഴുകിയില്ല. അപ്പൊ ഇവിടെ ഈ ചെറിയ കുട്ടിയുടെ മൂത്രവിസർജനത്തെ ശുദ്ധീകരിച്ചത് വെള്ളം കുടഞ്ഞുകൊണ്ടാണ്. അവിടെ ലം യകുലി തആം, കുട്ടി തആം കഴിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, ഉമ്മയുടെ മുലപ്പാൽ ഒഴികെയുള്ള ഭക്ഷണം. ചില കുട്ടികൾക്ക് തഹ്നീക്ക് ചെയ്യും, കാരക്ക കൊണ്ട് തഹ്നീക്ക്, പ്രസവിച്ച ഉടനെ കാരക്ക അത് നിരടി കൊടുക്കും. ചിലർക്ക് തേൻ തൊട്ട് കൊടുക്കും. അപ്പോൾ ഇതൊന്നും എന്തല്ല, ഭക്ഷണമല്ല. അതിന്റെ മുഖ്യ ആഹാരം എന്ന് പറയുന്നത് ഉമ്മയുടെ മുലപ്പാലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫുഖഹാക്കൾ പറയുന്നത്, മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാത്ത പാല് മാത്രം കുടിക്കുന്ന കുട്ടികളുടെ മൂത്രമാണ് എങ്കിൽ ആൺകുട്ടിയുടേത് അതിൽ വെള്ളം കുടഞ്ഞാൽ മതി, പെൺകുട്ടിയുടേതാണ് എങ്കിൽ കഴുകണം എന്നുള്ളത്. ലുബാബ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കാനൽ ഹുസൈൻ ഇബ്നു അലി ഫി ഹിജ്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ ഹുസൈൻ, പൗത്രൻ ഹുസൈൻ ആയിരുന്നു. അപ്പൊ ഫബാല അലൈഹി, കുട്ടി തിരുദൂതരുടെ മേൽ മൂത്രവിസർജനം നടത്തി. അപ്പോ ലുബാബ പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മറ്റൊരു വസ്ത്രം ധരിക്കൂ. വഅതിനി ഇസാറക ഹത്താ ഉഗസ്സിലഹു, നിങ്ങളുടെ തുണി തരൂ, ഞാൻ കഴുകാം.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ യുഗ്സലു മിൻ ബൗലിൽ ഉൻസ വയുൻദഹു മിൻ ബൗലിൽ ദക്കർ. ആൺകുട്ടിയുടെ മൂത്രം അതിൽ വെള്ളം കുടഞ്ഞാൽ മതി, പെൺകുട്ടിയുടെ മൂത്രമാണെങ്കിൽ അത് കഴുകപ്പെടണം എന്ന് പറയുകയുണ്ടായി. അബുസംഹ് പറയുകയാണ്, കുൻതു അഖ്ദിമുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്യുകയായിരുന്നു. അബുസംഹ് റസൂലുള്ളാഹിന്റെ ഖാദിമാണ്. ഫകാന ഇദാ അറാദ അൻ യഗ്തസിൽ ഖാല വല്ലിനി ഖഫാഖ് ഫവല്ലിഹി ഖഫായ ഫഅസ്തുറു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അബുസംഹിനോട് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേക്ക് ബാക്ക് ഭാഗം കാണിച്ച് തിരിഞ്ഞു നിൽക്കാൻ. അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറയിടുമെന്നാണ്. അദ്ദേഹം പറയുകയാണ്, ഫഉതിയ ബിഹസനിൻ, അപ്പോ ഹസൻ എന്ന റസൂലുള്ളാഹിന്റെ പൗത്രനെ കൊണ്ടുവരപ്പെട്ടു. ഫബാല അലാ സദ്രിഹി, ആ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാറിൽ മൂത്രീകരിച്ചു. ഫജിഅ്തു ഗസ്ലുഹു, അപ്പൊ അബൂസമഹ് പറയാണ് റസൂലുള്ളാഹിക്ക് അത് കഴുകി കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നു. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുഗ്സലു മിൻ ബൗലിൽ ജാരിയ വയുറശു മിൻ ബൗലിൽ ഗുലാം. പെൺകുട്ടിയുടെ മൂത്രം അത് കഴുകപ്പെടണം, ആൺകുട്ടിയുടേതിൽ വെള്ളം കുടഞ്ഞാൽ മതിയാകും എന്ന്. സ്വാഭാവികമായിട്ട് നമ്മളിവിടെ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഉമ്മു ഖൈസ് ബിൻത് മിഹ്സന്റെ ഹദീസിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത, മുലപ്പാല് മാത്രം ഭക്ഷണമായി സ്വീകരിച്ച കുട്ടികളുടെ വിഷയമാണ്. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, യുഗ്സലു ബൗലുൽ ജാരിയതി വയുൻദഹു ബൗലുൽ ഗുലാമി മാ ലം യതഅം. ഭക്ഷണം കഴിക്കാത്തിടത്തോളം കാലമാണ് ഇങ്ങനെ. ഇമാം ഖതാദ ഇബ്നു ദഅമ റഹിമഹുള്ള പറഞ്ഞു, ഹാദാ മാ ലം യതഅമ അത്അം ഫഇദാ തുഇമ ഗുസില ജമീഅൻ. ഭക്ഷണം കഴിക്കാത്ത കാലം അത്രയുമാണ് ഈ ഒരു പ്രത്യേകത. മൂത്രം കഴുകുന്ന അല്ലെങ്കിൽ മൂത്രം കുടയുന്ന വിഷയം. ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഗുസില ജമീഅൻ, രണ്ടും കഴുകപ്പെടണം. രണ്ട് ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മൂത്രം കഴുകപ്പെടണം എന്നുള്ളതാണ്. ഇതാണ് ആ വിഷയത്തിൽ മൂത്രവിസർജനം അതേപോലെ മലവിസർജനം നജസാണെന്നതിന്റെ തെളിവുകൾ പണ്ഡിതന്മാർ ഉണർത്തുന്നത്. തുടർന്ന് ഗ്രന്ഥകാരൻ പറയുന്നത് വഗൈറു മഅ്കൂലിൻ എന്നാണ്. ഇവിടെ ബൗലുൻ വഗായിതുൻ വഗൈറു മഅ്കൂലിൻ എന്ന് പറഞ്ഞാൽ മഅ്കൂലല്ലാത്തവ എന്നാണ് ഉദ്ദേശം. മഅ്കൂൽ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യയോഗ്യം, വഗൈറു മഅ്കൂൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത. അപ്പൊ ഭക്ഷ്യയോഗ്യമല്ലാത്തവയുടെ ബൗലുൻ ഗായിതുൻ എന്നുള്ളതാണ് ഉദ്ദേശം. ഖാലികൾ, ജീവികൾ രണ്ടു തരമുണ്ട്. മഅ്കൂലുൽ ലഹ്ം, മാംസം ഭക്ഷ്യയോഗ്യമായവ. ഗൈറു മഅ്കൂലുൽ ലഹ്ം, മാംസം ഭക്ഷ്യയോഗ്യമല്ലാത്തവ. മഅ്കൂലുൽ ലഹ്മിന്റെ ഭക്ഷ്യയോഗ്യമായ മാംസമുള്ളവയുടെ ബൗലും ഗായിതുൻ, സിബില്ലാത്ത് എന്ന് പറയും, കാഷ്ടവും മൂത്രവും. അത് നജസല്ല എന്നുള്ളതാണ് പ്രബലമായ മതം. എന്നാൽ ഗൈറു മഅ്കൂൽ, ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവികളുടെ ബൗലും ഗായിത്തും, കാഷ്ടവും മൂത്രവും അത് നജസാണ്. ഗൈറു മഅ്കൂൽ എന്ന് പറയുമ്പോൾ ഭക്ഷ്യയോഗ്യമല്ലാത്ത മൃഗങ്ങൾ, ജീവികൾ, അത് പറവകളിലുണ്ട്, അല്ലാത്ത ജീവികളിലുമുണ്ട്. തേറ്റ കൊണ്ട് ഇരപിടിക്കുന്ന മൃഗങ്ങൾ, ദ്രംഷ്ടങ്ങൾ കൊണ്ട് വേട്ടയാടുന്ന പറവകൾ. തേറ്റ കൊണ്ട് വേട്ടയാടുന്ന മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ സിംഹം, പുലി പോലുള്ള മൃഗങ്ങൾ. അവ അതേപോലെ ഈ നാട്ടിൽ വളർത്തുന്ന നാട്ടു കഴുതകൾ, ഇതൊക്കെ ഗൈറു മഅ്കൂൽ, മാംസം ഭക്ഷ്യയോഗ്യമല്ലാത്ത മൃഗങ്ങളാണ്. ഇവയുടെ ബൗലും ഗായിത്തും, കാഷ്ടവും മൂത്രവും സിബില്ലാത്ത് എന്ന് പറയും, അവകൾ നജസാണ്. അതേപോലെ ഭക്ഷ്യയോഗ്യമല്ലാത്ത പറവകളാണ് ദ്രംഷ്ടങ്ങൾ കൊണ്ട് വേട്ടയാടുന്ന, മിഹ്ലബുകൾ കൊണ്ട് വേട്ടയാടുന്ന പറവകൾ. അവ ഭക്ഷ്യയോഗ്യമല്ല. പന്നി മാംസം, പന്നി, അതേപോലെ നായ, അതേപോലെ വന്യ മൃഗങ്ങൾ, അതേപോലെ നമ്മൾ പറഞ്ഞു നാടൻ ഈ കഴുതകൾ, അതേപോലെ ജല്ലാല എന്ന് പറയും, ഈ മാലിന്യങ്ങൾ, നജസ്സുകൾ തിന്ന് വളർന്ന അല്ലെങ്കിൽ തിന്നുന്ന മൃഗങ്ങൾ. അപ്പം ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങൾ തന്നെയാണെങ്കിലും അവ നജസ് തിന്ന് ശീലിച്ചതാണ് എങ്കിൽ അത് അതിന്റെ പാലടക്കം ഹറാമാണ്, മാംസം ഹറാമാണ്. ഇബ്നു ഹസം അബ്ബാഹിരി അദ്ദേഹത്തിന് അൽ മുഹല്ലയിൽ പറഞ്ഞു, വഅൽബാനുൽ ജല്ലാലത്തി ഹറാമുൻ, ജല്ലാലയുടെ പാലുകൾ ഹറാമാണ്. ജല്ലാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടുകൾ, മാടുകൾ, ഇതൊക്കെ നജസ് തിന്ന് കൊണ്ടിരിക്കുന്നതാണ് എങ്കിൽ അതിന്റെ പാല് ഹറാമാണ്. ഇബ്നു ഹസം പറഞ്ഞു വഹിയ അൽ ജല്ലാല എന്ന് പറഞ്ഞാൽ അൽ ഇബ്ലുല്ലത്തി തഅകുലുൽ ജല്ല, അതേപോലെ വൽ ബഖറു വൽ ഗനം വകദാലിക്, ആട്, മാട്, ഒട്ടകങ്ങൾ ഈ ജല്ല തിന്ന് ശീലിച്ചതാണ് എങ്കിൽ അത് കാഷ്ടം തിന്ന് ശീലിച്ചതാണ് എങ്കിൽ അത് ഹറാമാണ്.
പറഞ്ഞു വരുന്നത് മാംസം ഭക്ഷ്യമല്ലാത്ത മൃഗങ്ങൾ, അതിൽ ഇപ്പൊ നമ്മൾ ആടുമാട് ഒട്ടകങ്ങളൊക്കെ മാംസം നമുക്ക് അനുവദനീയമായതും തിന്നാവുന്നതുമാണ്. പക്ഷെ അത് പോലും ഈ മാലിന്യം, വിസർജ്യം, നജസ് തിന്നതാണ് എങ്കിൽ പിന്നെ അതെന്തായി, മാംസം ഭക്ഷ്യയോഗ്യമല്ലാതായി. അപ്പോൾ ആ സമയത്താണ് അതിന്റെ സിബില്ലാത്ത്, കാഷ്ടവും മൂത്രവും നജസാവുക. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് വഗൈരി മഅ്കൂലിൻ എന്ന് ഗ്രന്ഥകാരൻ പറയുമ്പോൾ, അല്ലെങ്കിൽ വഗൈറു മഅ്കൂലിൻ എന്ന് ഗ്രന്ഥകാരൻ പറയുമ്പോൾ, മഅ്കൂൽ അല്ലാത്തതിന്റെ ബൗലും ഗായിത്തും അതെന്താണ്, അത് നജസാണ്. അപ്പൊ അതിന് നമുക്ക് ബോധ്യപ്പെട്ടു മഅ്കൂലുൽ ലഹ്മായ മൃഗങ്ങൾ, മഅ്കൂലുൽ ലഹ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ആട് അല്ലെങ്കിൽ മാട് അല്ലെങ്കിൽ ഒട്ടകം, അതൊക്കെ മഅ്കൂലുൽ ലഹ്മാണ്. ഈ മഅ്കൂലുൽ ലഹ്മായ മൃഗങ്ങളുടെ റൗസ്, ബൗൽ, കാഷ്ടം, മൂത്രം, ചാണകം, അതേപോലെ തന്നെ അതിന്റെ മൂത്രവിസർജ്യം, ഇത് നജിസല്ല. ആ വിഷയത്തിൽ തെളിവെന്താ? വിശുദ്ധ മദീനയിലേക്ക് ഉക്കിൽ, ഉറൈന എന്നീ ഗോത്രങ്ങളിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നു. ഖദിമ ഉനാസും മിൻ ഉക്കിലിൻ ഔ ഉറൈന ഫജ്തവൗ അൽ മദീനത. മദീനയിൽ അവർക്ക് താമസം പ്രയാസകരമായി. കാരണം എന്താ? ഒരുതരം പകർച്ചവ്യാധി അവർക്ക് ഏൽക്കുകയുണ്ടായി മദീനയിൽ വെച്ച്. ഇവിടെ ഈ പകർച്ചവ്യാധി ഏൽക്കുകയുണ്ടായി എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാം, വിശുദ്ധ മദീനയിൽ താഴൂന് വരില്ല എന്ന് ഹദീസിലുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉദ്ദേശിച്ച ഒരു പ്രത്യേകതരം താവൂനാണ്. അത് പ്രത്യേകതരം എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം തെളിവാണ്. കാരണം ഇവർ മദീനയിലെത്തിയപ്പോൾ മദീനയിൽ അവർക്ക് എന്തുണ്ടായി, ഒരു പ്രത്യേകതരം ഒരു രോഗം, അതൊരു പകർച്ചയെ തുടർന്നുണ്ടാകുന്ന രോഗമാണ്, അതാണ് പിടികൂടിയത്. അൽജുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തരം വബ ആണ് എന്ന് അബൂബക്കർ ഇബ്നുൽ അറബിയെ പോലതായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വബാ വരില്ല എന്ന് പറഞ്ഞപ്പോ, താവൂന് വരില്ല എന്ന് പറഞ്ഞപ്പോ, ഇപ്പോ ഈ COVID-19 ഈ പകർച്ചവ്യാധി മദീനയിലും വന്നല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പിന് അല്ലെങ്കിൽ പ്രസ്താവനയ്ക്കെതിരായിട്ട് ഇതാ മദീനയിൽ പകർച്ചവ്യാധി വന്നു, അപ്പൊ ഹദീസുകൾ സ്വീകാര്യമല്ല എന്ന രീതിയിലൊക്കെ ചില ഒച്ചപ്പാടുകൾ വൃഥ ചിലരിൽ നിന്ന് ഉണ്ടായി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത് ഒരു പ്രത്യേകതരം താവൂനാണ്. ആ വിഷയത്തിലാണ് ഹദീസ് ഉള്ളത്. അല്ലാതെ ഒരുവിധം പകർച്ച രോഗങ്ങളും മദീനയിലേക്ക് വരൂല എന്നൊരിക്കലും അവിടെ ഉദ്ദേശമല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കാനാണ് ഈ സംഭവം ഇവിടെ നമ്മൾ ഉണർത്തുന്നത്. ഏതായാലും ഈ ആളുകൾ ഇവര് മദീനയിൽ താമസം അവർക്ക് പ്രയാസകരമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഏതാനും കറവയുള്ള ഒട്ടകങ്ങളെ നൽകി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിച്ചു, യശ്റബു മിൻ അബ്വാലിഹ വ അൽബാനിഹ, അതിലെ മൂത്രവും അതിന്റെ പാലും കുടിക്കുവാൻ. അങ്ങനെ ഫന്തലഖു ഫലമ്മ സഹു, അവർ പോയി. അവർക്ക് ആരോഗ്യം വീണ്ടും കിട്ടിയപ്പോൾ ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒട്ടകങ്ങളെ കൊടുത്തപ്പോൾ ആ ഒട്ടകങ്ങളുടെ കൂടെ അതിനെ മേക്കാനുള്ള ഇടയനെയും കൊടുത്തിരുന്നു. ആ ഇടയനെ അവർ കൊല്ലുകയും വഴിയിൽ തള്ളുകയും വളരെ മോശമായ ആ ഇടയനെ നിഷ്ഠൂരമായി കൊല്ലുകയും ചെയ്തിട്ട് അവരെന്ത് ചെയ്തു, ഒട്ടകങ്ങളെയും കൊണ്ടുപോയി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പിന്നാലെ ആളെ വിട്ട് അവരെ പിടികൂടി. അവരെയും അവർ ഇടയനെ ചെയ്തത് എന്താണോ ആ രീതിയിൽ ചെയ്തു, അവർക്ക് ശിക്ഷ നൽകി, അവരെ കൊന്നു എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ പണ്ഡിതന്മാർ ഈ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒട്ടകങ്ങളുടെ മൂത്രം കുടിക്കാനാണ് അവരോട് എന്ത് ചെയ്തത്, കൽപ്പിക്കുകയുണ്ടായത്. അബുൽ ബറക്കാത്ത് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫതഹ്ലീലു തദാവി ബിഹാ ദലീലുൻ അലാ തഹാറതിഹാ ഫഅബ്വാബുൽ ഇബ്ലി വമാ യൽഹഖു ബിഹാ താഹിറത്തുൻ. ഈ ഒട്ടകങ്ങളുടെ മൂത്രം കൊണ്ട് ചികിത്സ അനുവദിച്ചത് ഒട്ടകമൂത്രങ്ങൾ ത്വഹാറത്താണ് എന്നതിന് തെളിവാണ്. ഒട്ടകങ്ങളുടെ മൂത്രങ്ങളോട് അതേപോലെ വമാ യൽഹഖു ബിഹാ, അതിലേക്ക് ചേർക്കാവുന്ന മാടുകളുടേതും ആടുകളുടേതുമൊക്കെ താഹിറത്തുൻ, അത് താഹിറത്താണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നൈലുൽ അവ്താറിൽ ഷെയ്ഖ് അഷ്ശൗകാനി റഹ്മത്തുള്ളാഹി അലൈഹി അബുൽ ബറക്കാത്തിന്റെ ഈ സംസാരം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് വദ്ദാഹിറു തഹാറത്തുൽ അബ്വാലി വൽ അസ്ബാൽ മിൻ കുല്ലി ഹയവാനി യുഅക്കലു ലഹ്മു. പ്രത്യക്ഷത്തിൽ നമുക്ക് തെളിയുന്നത് തഹാറത്തുൽ അബ്വാലി വൽ അസ്ബാൽ, ബൗലുകളും സിബില്ലകളും തഹാറത്താണ് എന്നുള്ളതാണ്. ബൗൽ മൂത്രവിസർജ്ജനം, സിബില്ല എന്ന് പറഞ്ഞാൽ ചാണകമാണ്. മിൻ കുല്ലി ഹയവാനി യുഅക്കലു ലഹ്മുഹു,
മാംസം ഭക്ഷിക്കപ്പെടുന്ന എല്ലാ മൃഗങ്ങളിൽ നിന്നുമുള്ള സിബില്ലയും ബൗലും അത് തഹാറത്താണ്, ശുദ്ധമാണ്. തമസ്സുകം ബിൽ അസ്ൽ, അത് അനുവദനീയം എന്നുള്ളത്. വസ്തിസ്ഹാബം ലിൽ ബറാഅത്തിൽ അസ്ലിയ്യ, ഇതൊക്കെ അനുവദനീയം എന്നുള്ളതാണ്. പിന്നെ അൽ ബറാഅത്തുൽ അസ്ലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശറഅ് ദീൻ ഇവിടെ വരുമ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ എല്ലാം അനുവദനീയം എന്നുള്ളതാണ് അടിസ്ഥാനം. പിന്നെ ശറഅ് പുതിയ ഹുക്കും അനുവദനീയമല്ലാത്തതിന് അനുവദനീയമില്ല എന്ന് നൽകുമ്പോഴാണ് അത് അനനുവദനീയമാവുക. ഏതായാലും അദ്ദേഹം തുടർന്ന് പറയുന്നത് വലം നജിദ് ലിൽ ഖായിലീന ബിൻ നജാസതി ദലീലൻ കദാലിക്, ഈ മാംസം ഭക്ഷ്യയോഗ്യമായ ജീവികളുടെ ജിബില്ലകൾ, അതേപോലെ ബൗൽ, കാഷ്ടവും മൂത്രവും അത് നജസാണെന്ന് പറയുന്നവർക്ക് തെളിവും നാം കാണുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയുന്നവർ ഇപ്പൊ പശുവിന്റെ ചാണകം അല്ലെങ്കിൽ പശുവിന്റെ ഗോമൂത്രം അത് നജസാണെന്ന് പറഞ്ഞവർക്ക് അതിന് തെളിവില്ല. പിന്നെയോ തെളിവ് അറിയിക്കുന്നത് എന്താണ്? തെളിവ് അറിയിക്കുന്നത് അത് നജസ് അല്ല എന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലയുടെ ഒരു വാക്കുണ്ട്, ഇന്നല്ലാഹ ലം യജഅൽ ശിഫാഅകും ഫീമാ ഹറമ അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ശമനം നിങ്ങൾക്ക് ഹറാമാക്കിയതിൽ നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞത്. ഇമാം ബുഖാരി തഅലീഖായി സഹീഹിൽ നൽകിയതാണ്. അതിന് സനദ് സഹീഹാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിന്റെ ബൗലിനെ ദവാ ആയി നിശ്ചയിച്ചു ശിഫക്ക് വേണ്ടി. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം അത് നജസ് അല്ല എന്നുള്ളത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു സല്ലു ഫി മറാബിദിൽ ഗനം വലാ തുസല്ലു ഫി അഅതാനിൽ ഇബിൽ. നിങ്ങൾ ഒട്ടക കൂട്ടിൽ നിസ്കരിച്ചോളൂ, നിങ്ങൾ ആട്ടിൻ കൂട്ടിൽ നമസ്കരിച്ചോളൂ, ഒട്ടകങ്ങളെ കെട്ടിയിടുന്നിടത്ത് നിങ്ങൾ ഒട്ടകക്കൂട്ടിൽ നമസ്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ജാബിർ ബിൻ സമുറയിൽ നിന്നുള്ള ഒരു ഹദീസിൽ ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അതവദ്ദഉ മിൻ ലുഹൂമിൽ ഗനം, ആടുകളുടെ മാംസം കഴിച്ചാൽ ഞാൻ ഉദു പുതുക്കണം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ ശിഇത് ഫതവദ്ദ വ ഇൻ ശിഇത് ഫലാ തവദ്ദ. നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഉദു പുതുക്കിക്കോ, ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പുതുക്കേണ്ടതില്ല. അപ്പൊ ചോദ്യം, അതവദ്ദഉ മിൻ ലുഹൂമിൽ ഇബിൽ, ഒട്ടകമാംസം ഭക്ഷിച്ചാൽ ഞാൻ ഉദു പുതുക്കണോ? ഖാല നഅം ഫതവദ്ദ മിൻ ലുഹൂമിൽ ഇബിൽ. അപ്പൊ ചോദ്യം, ഉസല്ലി ഫി മറാബിദിൽ ഗനം, ആട്ടിൻ കൂട്ടിൽ ഞാൻ നമസ്കരിക്കട്ടെ? ഖാല നഅം, തിജൂര പറഞ്ഞു അതെ നിസ്കരിച്ചു. ഖാല ഉസല്ലി ഫി മറാബിക്കിൽ ഇബിൽ, ഒട്ടകങ്ങൾ മുട്ടുകുത്തി താമസിക്കുന്നിടത്ത്, ഒട്ടകങ്ങളെ പാർപ്പിക്കുന്നിടത്ത് ഞാൻ നമസ്കരിക്കട്ടെ? ഖാല ല. അപ്പോ ഇവിടെ നോക്കൂ, നിങ്ങൾ ആട്ടിൻ കൂട്ടിൽ നിസ്കരിക്കാൻ അനുവാദം നൽകി. നമുക്കറിയാം ആട്ടിൻകൂടൊക്കെ ആടുകൾ മൂത്രവിസർജനം നടത്തും, മലവിസർജനം നടത്തും, കാഷ്ടിക്കും. അപ്പൊ ഇത് നജസായിരുന്നുവെങ്കിൽ അവിടെ നിസ്കരിക്കാൻ കൽപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല. അതിന് മനസ്സിലാക്കാൻ ഒരിക്കലും ഇത് നജസ് അല്ല എന്നുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഈ വിഷയത്തിൽ ചോദിച്ചൊരു ഫത്വ ഉണ്ട്. വസുഇല അൻ ബൗലി മാ യുഅകലു ലഹ്മുഹു അൽ ഹുവ നജസുൻ ഫഅജാബ്. ഇത് നജസാണെന്ന് ചോദിച്ചു. മാംസം ഭക്ഷിക്കപ്പെടുന്ന മൃഗങ്ങളുടെ ബൗൽ നജസാണെന്ന് ചോദിച്ചപ്പോ അമ്മ ബൗലു മാ യുഅകലു ലഹ്മുഹു വറൗസുൻ കദാലിക്, മാംസം ഭക്ഷിക്കപ്പെടുന്നവയുടെ മൂത്രം അതേപോലെ അതിന്റെ കാഷ്ടം. ഫഇൻ അക്സറ സലഫ് അലാ അന്ന ദാലിക ലൈസ ബിനജസിൻ, അത് നജസല്ല എന്നുള്ളതാണ് സലഫുകളിൽ ഭൂരിഭാഗത്തിന്റെയും വീക്ഷണം. വഹുവ മദ്ഹബു മാലിക് വ അഹ്മദ വഗൈരിഹിമ, ഇമാം മാലിക്, അഹ്മദ് എന്നിവരുടെ മദ്ഹബ് അതാണ്, അവരല്ലാത്തവരുടെയും. വയുഖാലു, പറയപ്പെടുന്നു, ഇന്നഹു ലം യദ്ഹബ് അഹദു മിന സഹാബത്തി ഇലാ തൻജീസി ദാലിക്, സഹാബികളിൽ ആരുമേ ഇത് നജസാണ് എന്ന വീക്ഷണം രേഖപ്പെടുത്തിയിട്ടില്ല. ബലിൽ ഖൗലു ബിനജാസത്തി ദാലിക ഖൗലു മുഹ്ദസ്, മാംസം ഭക്ഷ്യയോഗ്യമായവയുടെ ബൗലും റൗസും അത് നജസാണ് എന്നുള്ളത് പുത്തൻ വാദമാണ്. ലാ സലഫ ലഹു മിന സഹാബ, സഹാബികളിൽ നിന്ന് ആരുടെയും ഒരു പൂർവികരുടെ വീക്ഷണം അതിനില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വലഖദ് ബസത്ന القول في هذه المسألة في كتاب مفرد وقد بينا فيه 12 دليلا شرعيا وأن ذلك ليس بنجس. ഈ മസ്അല മാത്രം വിശദീകരിക്കുന്ന ഒരു സ്വതന്ത്ര ഗ്രന്ഥം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ 10 ചില്ലാനം ശർഈയായ മതപരമായ ദലീലുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വഅന്ന ദാലിക ലൈസ ബിനജസിൻ, ഇത് നജസല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചുകൊണ്ട്. വൽ ഖായിലു ബിതൻജീസി ദാലിക ലൈസ മഅഹു ദലീലുൻ ശർഈയുൻ അലാ നജാസതിഹി അസ്ലൻ, എന്നാൽ ഇത് നജസാണ് എന്ന് പറയുന്നവർക്ക് അതിന് ശർഈയായ അടിസ്ഥാനപരമായ ഒരു തെളിവുമില്ല എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം സവിസ്തരം ഈ മസ്അല സഹാബികളിൽ വലിയ ഒരു വിഭാഗം ആളുകൾ, സിംഹരും എന്ന് പറയാം, അവരൊക്കെയും
ഈ ആട്, മാട്, ഒട്ടകങ്ങൾ ഇവരുമായി ഇടപഴകി ജീവിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഈ ആടുകളുടെയും മാടുകളുടെയും ഒട്ടകങ്ങളുടെയും സിബില്ലകൾ നജസാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ അത് വ്യക്തമാക്കേണ്ട അനിവാര്യതയുണ്ട് താനും. കാരണം എന്താണ്? അരിമ സഹാബത്ത് എല്ലാവരും ഏറെക്കുറെ ഈ മൃഗങ്ങളുമായി പെരുമാറി അവയുമായി ഒത്ത് ജീവിക്കുന്നവരും അത് വളർത്തുന്നവരും പരിചരിക്കുന്നവരും ഒക്കെയാണ്. അപ്പോൾ അതിന്റെ സിബില്ലകൾ അവരുടെ ശരീരത്തിലാവുക, വസ്ത്രത്തിലാവുക, അതേപോലെ അവർ നമസ്കരിക്കുന്നിടങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത് അനിഷേധ്യമാണ്. അപ്പോൾ എന്നിട്ടും ഇത് നജസാണ് എങ്കിൽ ആ ഒരു കാര്യം നിസ്രാശ്രമ തങ്ങൾ പറഞ്ഞിട്ടില്ല, വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ അത് നജസല്ല എന്നുള്ളതിന്റെ തെളിവാണ് എന്ന് വരെ ഷെയ്ഖുൽ ഇസ്ലാം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു വിഷയം ഉണർത്തിയത്, നമ്മുടെ ഗ്രന്ഥകാരൻ പറഞ്ഞു വഗൈറു മഅ്കൂലിൻ, ഭക്ഷിക്കപ്പെടാത്തവയുടേതും എന്ന് പറഞ്ഞെങ്കിൽ ഭക്ഷിക്കപ്പെടാത്തവയുടേതും എന്ന് പറഞ്ഞാൽ അതിന്റെ ബൗലും റൗസും അത് നജസാണ്. അപ്പൊ നജാസത്തിൽപ്പെട്ടതാണ് മാംസം ഭക്ഷ്യയോഗ്യമല്ലാത്ത മൃഗങ്ങൾ, നായ, പന്നി, അക്രമക്കുമുള്ള, നാടൻ കഴുത, അക്രമക്കുമുള്ള, അതേപോലെ സിംഹം, കടുവ, പുലി പോലുള്ള ഈ തേറ്റകൾ കൊണ്ട് ഇരപിടിക്കുന്ന ഇത്തരം മൃഗങ്ങൾ, ഇതൊക്കെയും ഇങ്ങനത്തെ മൃഗങ്ങളുടെ റൗസും ബൗലും അതെന്താണ്? അത് നജസിൽപ്പെട്ടതാണ്. അതിൽ നിന്ന് ഉരുത്തിരിയുന്ന മറ്റൊരു മസലയാണ്. എന്നാൽ മാംസം ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങൾ അതിന്റെ റൗസും ബൗലും അതെന്തല്ല? നജസല്ല എന്നുള്ള വിഷയം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി ഗ്രന്ഥകാരൻ ഈ വിഷയത്തിൽ, അതായത് നജാസയുടെ വിഷയത്തിൽ പറയുന്ന മറ്റു ഇനങ്ങൾ അതെന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞത് അന്നജാസത്തു ബൗലുൻ വഗായിതുൻ വഗൈറു മഅ്കൂലിൻ, അതുവരെയാണ് നമ്മൾ വിശദീകരിച്ചു വെച്ചത്. ഇനി ബാക്കി തുടർന്ന് പറയുന്നത് വഖംറുൻ, അത് മദ്യമാണ്, വകുല്ലു ഹയവാനിൻ മുഹറമിൻ ഫൗഖൽ ഹിർറി വജിൽദു കുല്ലി മൈതത്തിൻ വലാ യത്ഹുറു ബിദ്ദിബാഗ് വഅദ്മു കുല്ലി മൈതത്തിൻ ഗൈറ ഹയവാനി ബഹ്റിൻ ലാ യൻജുസു ബിമൗതിഹി വആദമിയിൻ. നമുക്ക് ഇൻഷാ അല്ലാഹ് തുടർന്ന് വിശദീകരിക്കാനുള്ളതാണ്. ഇവിടെ വഖംറുൻ, മദ്യം മുതൽ, മദ്യം എന്നുള്ളത് നജസാണ്. അതേപോലെ മറ്റു മൃഗങ്ങളുടെ വിഷയത്തിലുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാൻ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവന്റെ ദീനിൽ ഫിഖ്ഹുള്ളവരായി വളരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.